വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യഃ പ്രഭവതി. മൂകം കരോമി വാചാലം പങ്കും ലംഘയതേ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കേളീലോലം ഉദാരനാദമുരളി നാളീനിദീനാധരം ധൂളീധൂമളകാന്തകുന്തളഹര വ്യാസംഗിപിഞ്ചാഞ്ചലം നാളീകായതലോചനം നവഘനശ്യാമം ക്വണത്കിങ്കിണീ പാളി ദന്തുരപിംഗലാംബരധരം ഗോപാല ബാലം ഭജേ. ഗോപാല ബാലം ഭജേ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീത നമസ്കാരം. മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ അതിരുദ്രത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന പ്രഭാഷണങ്ങൾക്ക് മിക്കവാറും എനിക്കും ഭാഗഭാക്കാവാൻ സാധിക്കാറുള്ളതാണ്. ഇവിടെ നിന്ന് പ്രത്യേകം ക്ഷണിക്കാറുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും എന്നോടുള്ള ആ ഇഷ്ടവും വാത്സല്യവും ഞാൻ അറിയുന്നതാണ്. ഇപ്രാവശ്യവും എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ മനസ്സറിഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മഹാദേവനും എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് തന്നിട്ടുള്ളൊരു വിഷയം ഗുരുവായൂരും കൃഷ്ണനാട്ടവും എന്നുള്ളതാണ്. ആ വിഷയത്തിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത് അതിലെഴുതിയിട്ടുള്ള അക്ഷരങ്ങളിൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എൻ്റെ പാണ്ഡിത്യമല്ലാതെ ഇവിടെ ഇരുന്ന് എന്താണോ ഭഗവാൻ തോന്നിക്കുന്നത് അത് വിനയത്തോടുകൂടി പറയാനുള്ള ഒരു ഉപകരണമായി മാത്രം ഞാൻ മാറുക എന്നുള്ളതാണ്. അത് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയധികം വിശേഷമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ ഗുരുവായൂർ എന്നും കൃഷ്ണനാട്ടം എന്നും എന്ന് പറയുന്ന രണ്ട് വിഷയത്തെക്കുറിച്ചും വേണമെങ്കിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഗുരുവായൂരും കൃഷ്ണനാട്ടവും എന്നുള്ളതിൽ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട കൃഷ്ണനാട്ട വിഷയത്തിലേക്ക് മാത്രം കടന്നു പോകുന്നതാവും ഉചിതമെന്ന് തോന്നുന്നു. കാരണം
ഗുരുവായൂരിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു അനൗചിത്യമാവും. കാരണം എന്നേക്കാൾ വലിയ ഗുരുവായൂരപ്പ ഭക്തന്മാരാണ്, മമ്മിയൂരപ്പ ഭക്തന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ എന്നേക്കാൾ വലിയ അറിവും ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്ന് വെച്ച് ഭഗവത് കഥകള് അറിയുന്ന കാര്യങ്ങളും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അതാണ് ഭഗവത് കഥയുടെയും പുരാണങ്ങളുടെയും ഒക്കെ വിശേഷം എന്ന് പറയുന്നത്. എല്ലാ വർഷവും രാമായണം വായിച്ചിട്ട് നമുക്ക് രാമായണം മതിയാവില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ ഭാഗവതം കേൾക്കുമ്പോഴുണ്ടല്ലോ, അയ്യോ ഭാഗവതം കേട്ട് മതിയായി എന്നാരെങ്കിലും പറയുമോ? ഇല്ല. ഓരോ പ്രാവശ്യവും ആ ഭാഗവതം കേൾക്കുമ്പോൾ അത് ഇങ്ങനെ പുതുതായി പുതുതായി നമുക്ക് തോന്നും, നവീനമായിട്ട് തോന്നും. പുരാണമാണ്, പക്ഷെ അത് നമുക്ക് വളരെ നവീനമായിട്ടാണ് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇത്തരം ഗ്രന്ഥങ്ങളൊരു വൈശിഷ്ട്യം എന്ന് പറയുന്നത്. എത്ര പഴയതാവുമ്പോഴും അതിനൊരു നൂതനത്വം നിലവിലുണ്ടാവും. ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നാൽ നമുക്ക് ഭക്തി സംവർദ്ധങ്ങളായിട്ടുള്ള നിരവധി കൃതികളുണ്ട്, കലാരൂപങ്ങളുണ്ട്. അത് തന്നെ നമ്മുടെ വലിയൊരു സമ്പത്താണ്. കലകളിലും ഭക്തി ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു സംസ്കാരം നമുക്കുണ്ട്. ഭക്തിയോടുകൂടി അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലകൾ നമുക്കുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ലോകത്തില് ആരാധനാ സമ്പ്രദായം മുഴുവൻ പ്രകൃതി ആരാധനയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അമ്മദൈവ സങ്കല്പവും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ശാസ്താവിനെ ആരാധിക്കുന്ന സമ്പ്രദായം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ശൈവ ആരാധനയും ശാക്തേയ ആരാധനയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും നിരവധി അനുഷ്ഠാന കലകൾ നമുക്കുണ്ട്. വൈഷ്ണവമായിട്ടുള്ള രംഗത്തും അനവധി കലകളുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. കൃഷ്ണനാട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് ഇന്ന് നമ്മൾ ക്ലാസിക് കല എന്നൊക്കെ പറയുന്ന കഥകളിയോട് ഒരു വലിയ ആഭിമുഖ്യം കാണുന്നവർക്ക് തോന്നും. എന്നാൽ വാസ്തവത്തില് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് കഥകളിക്ക് മുമ്പുള്ളത് എന്ന് വേണം പറയാം. കഥകളി രാമനാട്ടം എന്ന കലയിൽ നിന്ന് ഏത് കഥയും കളിക്കുന്ന കഥകളിയായി മാറി തീർന്നപ്പോൾ കൃഷ്ണനാട്ടം അന്നും ഇന്നും കൃഷ്ണകഥകൾ 8 ദിവസങ്ങളിലായിട്ട് ആടുന്ന കൃഷ്ണകഥകൾ, ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 8 കഥകൾ ആടുന്ന ആ കൃഷ്ണനാട്ടമായിട്ട് ഇന്നും നിലനിന്ന് പോരുന്നു. അത് ലോകത്തിൽ ഈ കൃഷ്ണനാട്ടം അഭ്യസിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും ഒരൊറ്റ സ്ഥാപനം മാത്രമേ ഉള്ളൂ, ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം. ഇന്നിപ്പോ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ സ്വന്തം കലയാണ്. സാമൂതിരി കോവിലകത്തിന്റെ സ്വന്തമായിരുന്ന ഈ കൃഷ്ണനാട്ടത്തെ സാമൂതിരിപ്പാട് തന്നെ അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടത്. അത് വലിയൊരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് വേണം പറയാം. ഒന്ന്, ഈ കലയുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെയൊക്കെ വേണ്ടുവണ്ണം അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ നൽകി സംരക്ഷിച്ചു പോരുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത. അതോടൊപ്പം തന്നെ കൃഷ്ണനാട്ടത്തിന് അത്രയേറെ പ്രചാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇന്ന് ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ഗുരുവായൂരപ്പന്റെ സ്വന്തമായതോട് കൂടിയിട്ട് ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടായി. മാത്രമല്ല, എന്താണോ മാനവേദൻ തമ്പുരാൻ തന്റെ കൃഷ്ണഗീതി എന്ന രചന കൊണ്ട് ആഗ്രഹിച്ചത്, അത് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപമായിട്ട് മാറിയപ്പോൾ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന് ആ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ കാര്യങ്ങൾക്കും അത് ഒരു സാഫല്യം ഉണ്ടാക്കി. ഒരു കൃതി ആൾക്കാർ വായിച്ച് രസിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആ കൃതിയെ പിന്തുടർന്നുകൊണ്ട് അതൊരു ദൃശ്യകലയായിട്ട് മാറിയപ്പോൾ ആ വാങ്മയ ചിത്രങ്ങളെ ശരിക്കും ദൃശ്യ ചിത്രങ്ങളായിട്ട് തന്നെ ആ രംഗത്ത് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ച ഒരു കവി കൂടിയാണ് ആ മാനവേദൻ തമ്പുരാൻ. മാനവേദൻ തമ്പുരാൻ ആഗ്രഹിച്ചത് മേൽപ്പത്തൂരിനെ പോലെ ഒരു കവിയാവണം എന്നാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്കറിയാം 16, 17 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ആധ്യാത്മിക രംഗത്തെ സുവർണ കാലം എന്ന് വേണമെങ്കിൽ പറയാം.
ഭക്തി എന്ന് പറയുന്നതിന്റെ വൈശിഷ്ട്യം നമുക്ക് അത്രയേറെ പകർന്നു തന്ന ഒരു കാലഘട്ടമാണ് ആ സന്ദർഭം എന്ന് പറയുന്നത്. ഭക്തി കേരളത്തില് വളരെ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. നമ്മുടെ ഈ തെന്നിന്ത്യയിലാണ് ഭക്തിയുടെ ഒരു വലിയൊരു ആരംഭം ഉണ്ടാവുന്നത്. എന്നിട്ട് അത് വടക്കേന്ത്യയിലൊക്കെ വ്യാപിച്ച് പിന്നെ തിരിച്ച് തെന്നിന്ത്യയിൽ വന്നിട്ട് ആ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വേണ്ടും വണ്ണം അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിയിട്ട് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും വലിയ പുഷ്ടി ഉള്ള ഭക്തിയാണ് നമുക്ക് കിട്ടിയത്. കാരണം ധാരാളം കൃതികളുടെ സംസ്കാരങ്ങളുടെ ഒരു സമ്പത്തോടു കൂടിയ ഭക്തിയാണ് നമുക്ക് പകർന്നു കിട്ടിയത്. അതിനെ സ്വാംശീകരിച്ചുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ടില് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിമനോഹരമായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത്. അദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി. ഭാഗവതത്തിന്റെ ആ എല്ലാ സത്തും ഉൾക്കൊള്ളുന്ന നാരായണീയം. മേപ്പത്തൂർ വാതരോഗം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് നീ തൊട്ടുകൂട്ടാൻ പറഞ്ഞത് എന്നാണ്. പക്ഷെ വെറുതെ തൊട്ടുകൂട്ടുകയല്ല അദ്ദേഹം ചെയ്തത്. ആ മത്സ്യാവതാരം തൊട്ട് ഭഗവാന്റെ ദശാവതാരങ്ങൾ വർണ്ണിക്കുക മാത്രമല്ല, ഭാഗവതത്തിലെ തത്വങ്ങൾ മുഴുവൻ കാച്ചിക്കുറുക്കി അദ്ദേഹം നമുക്ക് പകർന്നു തന്നു. വേദവേദാന്തങ്ങളെ പോലും അദ്ദേഹം ഭംഗിയായി ആ 100 ദശകങ്ങളില് ഉൾക്കൊള്ളിച്ച് നമുക്ക് പകർന്നു തന്നു. അതിമനോഹരമായിട്ടുള്ള വൃത്തങ്ങളിലൂടെ അക്ഷരവിന്യാസത്തിന്റെ ഏറ്റവും മനോഹാരിത തെളിഞ്ഞു നിൽക്കുന്ന അനവധി സന്ദർഭങ്ങളിലുള്ള കൃതിയാണ് നാരായണീയം എന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലൊരു കൃതി അക്കാലത്ത് തന്നെ വലിയ പ്രചാരം നേടി. അപ്പൊ അതുപോലെ നാരായണീയം പോലെ വിഖ്യാതമായിട്ടുള്ള ഒരു കൃതി തനിക്കും ഒന്ന് രചിക്കാൻ സാധിക്കണേ എന്ന് ശ്രീ മാനവേദൻ തമ്പുരാൻ കൊതിച്ചു. അദ്ദേഹം വലിയ പോരാളിയായിരുന്നു. യുദ്ധരംഗത്തൊക്കെ നേരിട്ട് ചെന്ന് യുദ്ധം ചെയ്തിട്ടുള്ള പ്രാവീണ്യമുള്ള ആളാണ്. അനായത്ത് കൃഷ്ണൻ പിഷാരടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, കൃഷ്ണൻ എന്നു പേരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഗുരുനാഥൻ അദ്ദേഹത്തിന് ഒരു സമ്മതമാവുന്ന രീതിയിൽ രചന നിർവഹിച്ച, കവിതകൾ എഴുതിയ, കാവ്യങ്ങൾ ചമച്ച, പൂർവഭാരത ചമ്പു മുതലായിട്ടുള്ള കൃതികൾ രചിച്ച, ആയോധന കലയിൽ മാത്രമല്ല സാഹിത്യരംഗത്തും താൻ കേമനാണെന്ന് തെളിയിച്ച ആ പ്രതിഭാശാലി നാരായണീയം പോലൊരു കൃതി തനിക്ക് എഴുതണമെന്ന് കൊതിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ കൊതിച്ചാൽ മാത്രം പോരാ, അതിന് ഭഗവത് അനുഗ്രഹവും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗുരുവായൂർ വന്ന് ഭജിക്കുകയാണ്. അപ്പോഴാണ് അക്കാലത്തെ ഗുരുവായൂർ ഭക്തന്മാരിൽ, ഗുരുവായൂരപ്പ ഭക്തന്മാരില് അഗ്രഗണ്യനായിട്ടുള്ള, ഭഗവാനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഉള്ള ആ പ്രാപ്തിയുള്ള വില്ലുമംഗലം സ്വാമിയാര്, ആ വില്ലുമംഗലം സ്വാമിയാര് 2-3 പേരുണ്ട് എന്നൊക്കെയാണ് ചരിത്രത്തില് പിന്നീട് പഠനങ്ങൾ പറയുന്നത്. ആ വില്ലുമംഗലം സ്വാമിയാരെ കാണാനിടയായി. അപ്പൊ വില്ലുമംഗലം സ്വാമിയാര് ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നത് കാണുകയാണ്. പക്ഷെ അടുത്തൊന്നും ആരെയും കാണുന്നില്ല. അപ്പോ ആരോടാണ് അങ്ങ് ഇങ്ങനെ വർത്തമാനം പറയുന്നതെന്ന് ചോദിച്ചു. വളരെ അടുപ്പത്തിൽ ഒരാൾ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്താ കൃഷ്ണനോട് സംസാരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്ന് ആ കൃഷ്ണനെ കാട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് വില്ലുമംഗലം സ്വാമിയാർ മറുപടി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇന്ന് തരാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കൂത്തമ്പലം നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു വലിയ ഇലഞ്ഞിമരം ഉണ്ടായിരുന്നതാണ്. ആ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടില് കണ്ണൻ ചിരട്ടയിൽ മണ്ണുവാരി കളിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ഭഗവത് ദർശനം സാധ്യമായി ശ്രീ മാനവേദൻ തമ്പുരാന് എന്നാണ്. ആ മാനവേദൻ തമ്പുരാൻ ഉണ്ണിക്കണ്ണനെ കണ്ടപ്പോൾ, നമ്മളൊക്കെ അങ്ങനെയല്ലേ, മലയാളികൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്, ആദ്യം ഒന്ന് കാണണമെന്ന് പറയും, പിന്നെ ഒന്ന് തുറന്നെന്ന് പറയും, അങ്ങനെയല്ലേ നമ്മൾ. അപ്പൊ അതുപോലെ ഭഗവാനെ കണ്ട് അങ്ങോട്ട് മതി മറന്നപ്പോൾ അറിയാതെ ചെന്നിട്ട് വാരിയെടുക്കാൻ
കൊച്ചുകുട്ടികൾ എങ്ങനെയല്ല ഓടി ചെന്ന് വാരി എടുക്കാൻ കൊതിച്ചു. ഓടി ചെന്നിട്ട് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും ഇത് വില്ലുമംഗലം പറഞ്ഞിട്ടില്ല, ദർശനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്പർശനം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു എന്നാണ്. ആ മറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ തിരുമുടിയിലണിഞ്ഞ ഒരു പീലിക്കണ്ണ് ദാ താഴത്ത് നിന്ന് ആ മാനവേദൻ തമ്പുരാനെ കിട്ടി. ആ പീലിക്കണ്ണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അതോടുകൂടി അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമായി, തനിക്കും സാധിക്കും. കാരണം എന്താ, ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു. ആ ഭഗവാന്റെ ഒരു മുദ്ര തനിക്കിതാ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അത്യന്തം ഭക്തിയോട് കൂടിയിട്ട്, സമർപ്പണത്തോട് കൂടിയിട്ട് ആ ശ്രീ മാനവേദൻ തമ്പുരാൻ രചിച്ച കാവ്യമാണ് കൃഷ്ണഗീതി എന്ന് പറയുന്നത്. കൃഷ്ണഗീതിയില് നാരായണീയത്തിൽ നിന്നുള്ള ഒരു അനുകരണമൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൃഷ്ണഗീതിയിൽ അതിൻ്റെതായ തനിമ അവകാശപ്പെടാം. പല സന്ദർഭങ്ങളിലും അതിന് ഉദാഹരണങ്ങളുണ്ട്. അത് ഉദാഹരണത്തിനൊന്നും നമുക്കിപ്പോ ഇവിടെ സമയം ഉണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ കൃഷ്ണഗീതി എന്ന കാവ്യം അദ്ദേഹം രചിച്ചു. ഒരുപക്ഷെ ഈ കൃഷ്ണഗീതി എന്ന കാവ്യം രചിച്ച ശ്രീ മാനവേദൻ തമ്പുരാൻ തന്നെയാണോ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന കലാരൂപം ചിട്ടപ്പെടുത്തിയത് ചോദിച്ചാൽ അതിന് കൃത്യമായ തെളിവൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. അത് ഒരു മാനവേദനാവാം, 2-3 മാനവേദന്മാരും പ്രസിദ്ധരായ മാനവേദന്മാരും. സാമൂതിരി കോവിലകത്ത് ഈ സ്ഥാനം ആയി കഴിഞ്ഞാൽ അവർക്ക് മാനവേദൻ, മാനവിക്രമൻ, വീരരായ ഇങ്ങനെയാണ് ആ പേരുകൾ കൊടുക്കുക. ഈ പേരിലാണ് അവര് അറിയപ്പെടുക. ഈ 3 പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം സാമൂതിരി കോവിലകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേരുകൾ ആവർത്തിക്കും. അതിൽ മാനവിക്രമനാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രാവശ്യം മാനവിക്രമൻ എന്നുള്ള പേരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ മാനവേദൻ എന്നുള്ള പേരും നമുക്ക് കാണാം. വീരരായ എന്നുള്ള പേരാണ് വളരെ കുറവ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതില് ശ്രീ മാനവേദൻ എന്ന പേരില് അക്കാലത്ത്, പിന്നെ മാത്രമല്ല ഈ സാമൂതിരിപ്പാടായിട്ടൊക്കെ വളരെ കുറച്ചു കാലേ ഈ തമ്പുരാക്കന്മാര് ജീവിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സുദീർഘമായ ഒരു കാലഘട്ടം ഒന്നും സാമൂതിരിപ്പാടായിട്ട് ഇരിക്കാൻ സാധിക്കാറില്ല. കാരണം ആ വഴിയിൽ അവരുടെ കുടുംബത്തിലെ ഏറ്റവും ആ മുതിർന്ന പ്രായത്തിലേക്ക് എത്തുമ്പോഴാണല്ലോ ഈ സ്ഥാനം കിട്ടുന്നത്. അപ്പോഴേക്കും അതുകൊണ്ട് അധികം സുദീർഘമായ ഒരു കാലഘട്ടം വളരെ കുറവാണ്. എന്നാലും ഈ മാനവേദൻ തമ്പുരാൻ കൃഷ്ണഗീതി രചിച്ച് ഭഗവാന് സമർപ്പിക്കുക എന്ന ഒരു വലിയ കാര്യം ചെയ്തു തമ്പുരാൻ. പിന്നെ ആയിരിക്കാം അതിന് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു ഘടന കൈവന്നത്, ഒരു ദൃശ്യകാവ്യത്തിലേക്ക്. പക്ഷേ ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൃഷ്ണഗീതി എന്ന് പറയുന്ന കാവ്യത്തിന്റെ ഭംഗി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഒരു ചിട്ട നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിലെ ഉൾപ്പെടുത്തിയുള്ള ശ്ലോകങ്ങളും അതുപോലെ തന്നെ പദങ്ങളും പല്ലവങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ദൃശ്യകലയ്ക്ക് അനുഗുണമായ രീതിയിലാണ് അതിന്റെ പദവിന്യാസവും ഘടനയും എന്ന് നമുക്ക് ബോധ്യമാകും. അതിനി ഒരു ഘട്ടത്തിലെങ്ങാനും ഇതുപോലെ ഒരു കാവ്യരൂപത്തിൽ നിന്ന് ഒന്നുകൂടി കൃത്യപ്പെടുത്തി മാറ്റി എഴുതി എഡിറ്റിംഗ് കഴിഞ്ഞ് വന്നതാണോ എന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്നുള്ള കൃഷ്ണഗീതി, നമുക്ക് ഇന്ന് ലഭിക്കുന്ന കൃഷ്ണഗീതി, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതിന് ഒരു ദൃശ്യകാവ്യത്തിന്റെ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 8 ദിവസങ്ങളിലായിട്ട് ആടാൻ പാകത്തിന് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന അഷ്ടകം ഉണ്ടാക്കിയത്. കൃഷ്ണാഷ്ടകം എന്നുള്ളത് കൊണ്ട് കൃഷ്ണാട്ടം ആയതാണ്. കൃഷ്ണനെ കുറിച്ചുള്ള ആട്ടമായതുകൊണ്ട് കൃഷ്ണനാട്ടമായതുകൊണ്ട്. ആട്ടത്തിന് പ്രാധാന്യമുണ്ട്, അതാണ്. നൃത്തത്തിന് പ്രാധാന്യം കൂടുതലുള്ളത് കൊണ്ടാണ് കൃഷ്ണനാട്ടം. കഥകളിയാണ്, അപ്പൊ കഥകളിയല്ല കൃഷ്ണനാട്ടം. ആ കഥകളിയുടെ രീതിയിലുള്ള മുഖാഭിനയവും മുദ്രാഭിനയവും വളരെ വിശദമായിട്ടുള്ള രീതിയിൽ നമുക്ക് കൃഷ്ണനാട്ടത്തില് കുറവാണ്. പൊതുവെ കഥ ആടുകയാണ് കൃഷ്ണനാട്ടത്തിൽ ചെയ്യുന്നത്. നമുക്കുള്ള സമയവും അതിനനുസൃതമായിട്ടേ ഉള്ളൂ. കൂടിയാട്ടമാണ് നമ്മളുടെ ക്ഷേത്ര കലകളില്
സംസ്കൃത സാഹിത്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന സംസ്കൃത അഭിനയ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് പക്ഷേ ഒരു ചെറിയ കഥാംശത്തെ തന്നെ വളരെ വളരെ വിശദമായിട്ട് മണിക്കൂറുകൾ എടുത്ത് ആടുന്ന ഒരു 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 ചെറിയൊരു കഷ്ണവും ഒരു ദിവസം കൂടിയാട്ടത്തില് വിശദമായിട്ട് അഭിനയിച്ച് അവതരിപ്പിക്കുക. അതിന് താഴെയാണ് കഥകളിയിലെ സമയം എടുക്കുന്നുള്ളൂ. അത് പദാനുപത മുദ്രകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കഥകളിയിൽ പോലും നമുക്ക് ഈ കാലുകളുടെയൊക്കെ ചലനത്തിന് അത്രയധികം പ്രാധാന്യം കൃഷ്ണാടത്തിൽ അത്രയില്ല. കൃഷ്ണാടത്തിൽ അങ്ങനെയല്ല. പദചലനങ്ങളുടെ ഭംഗി അതൊരു സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ നടശാരികള്, അതുപോലെ യുദ്ധരംഗത്തെ ആ സന്ദർഭങ്ങൾ, നൃത്തവിശേഷം, കാളിയമർദ്ദനം പോലുള്ള അഷ്ടകലാശങ്ങൾ വരുന്ന നൃത്തവിശേഷം, പിന്നെ മുല്ലപ്പൂ ചുറ്റൽ എന്ന് പറയുന്ന നൃത്തവിശേഷമുണ്ട് അവതാര കഥയിലും, അതുപോലെ തന്നെ രാസക്രീഡ എന്ന് പറയുന്ന കഥയിലും അതിമനോഹരമായിട്ടുള്ള ആ ഗോപികമാര് ചേർന്ന് വരുന്നതായ നൃത്തവിശേഷം. അതിൽ അവതാര കഥയിലെ നൃത്തം എന്ന് പറയുന്നത് ആ കൃഷ്ണനും ബലരാമനും ചേർന്നിട്ട് ഉള്ള ആ ബാലലീലകളോട് അനുബന്ധിച്ചിട്ട് വരുന്ന ഒരു ഭാവത്തിലുള്ള നൃത്തമാണ് അവിടുത്തെ അവതാര കഥയിലെ മുല്ലപ്പൂ ചുറ്റൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാലകേളിയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മമാരും കുട്ടികളും ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ഭാവത്തിലാണ് അതിന്റെ കാര്യം. അതേസമയം രാസക്രീഡയിൽ എത്തുമ്പോൾ കൃഷ്ണൻ വളർന്ന് ഗോപികമാരുടെ കാമുകനായിട്ട് മാറിയിട്ട് ഒരു രാസലീലയില് ഉണ്ടാവുന്ന നടനമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഭാവം വ്യത്യാസമാണ്. ആ ചടുലതയും നമുക്ക് അവിടെ പ്രകടമാവുന്നതാണ്, ഭാവദീപ്തിയും പ്രകടമാവുന്നതാണ്. ഈ രണ്ട് നൃത്തവും പേര് നമ്മൾ മുല്ലപ്പൂ ചുറ്റൽ എന്നാണെങ്കിലും ആ രണ്ടിനുമുള്ള ഭാവവ്യത്യാസം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ കൃഷ്ണനാട്ടത്തില് നേരത്തെ പറഞ്ഞു കലാശങ്ങള്, യുദ്ധവട്ടങ്ങള്, ഇതൊക്കെ അനന്യമാണ്. മറ്റൊരു കലയിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അതിൻ്റെതായ തനിമയുണ്ട്. കുറേയേറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉണ്ട്. ഞാനതില് കൃഷ്ണഗീതിയിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്കൊന്ന് പ്രവേശിക്കാം. അവതാര കഥയിലെ മംഗള ശ്ലോകം കേളിലോലം എന്ന് പറയുന്ന നേരത്തെ ചൊല്ലിയ ആ ശ്ലോകത്തിലാണ് നമ്മൾ കൃഷ്ണനാട്ടം ആരംഭിക്കുന്നത്. ജഗതി സുഹൃതി ലോകൈഹി നന്ദിതാനന്ദിതാശ കളവിരണിതവംശീ ഭാസമാനാ സമാന പശുപയുവതി ഭോഗ്യ ദേവതാ ദേവതാസാ സജല ജലദ പാടി മേചകാസ്തു. കൃഷ്ണനാട്ടത്തിലെ ആലാപന ശൈലിയിലല്ല ഞാൻ ശ്ലോകം ചെല്ലുന്നത്. കാരണം കൃഷ്ണനാട്ടത്തിലെ ആലാപനം കൃഷ്ണനാട്ടത്തിന്റെ പാട്ടുകാർ നിർവഹിക്കേണ്ടതാണ്. ആ സ്വർണ്ണ നൂലില് ഞാനൊരു വാഴനാര് ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ശൈലിയിൽ ചൊല്ലാത്തത്. ഈ ലോകത്തില് പുണ്യവാന്മാർ ആരാധിച്ചു പോരുന്ന, അതുപോലെ തന്നെ ആശകളെ ആനന്ദിപ്പിക്കുന്നത്, ആശകൾ എന്ന് പറഞ്ഞാൽ ദിക്കുകളെ, ആശ എന്ന് പറഞ്ഞാൽ ദിക്ക് നടത്തുന്നത്, അതോടൊപ്പം തന്നെ നമ്മളുടെ ആശകളെയൊക്കെ ആനന്ദിപ്പിക്കുന്നത് എന്നും രണ്ടർത്ഥത്തിൽ അത് അർത്ഥമെടുക്കാം. കളവിരണിത വംശീ ഭാസമാന സമാന. ഈ ഓടക്കുഴൽ, കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മധുരഗാനം പൊഴിക്കുന്നതാണ്. ആ മധുരഗാനം പൊഴിക്കുന്നതായ ഓടക്കുഴൽ കൊണ്ട് ശോഭിക്കുന്നവൻ അസമാന. ഒരു സമത ഒന്നിനോടും പറയാൻ പറ്റാത്തത്, അതിന് തുല്യമാണ് ഇതെന്ന് പറയാൻ ഒന്നിനോടും തുല്യപ്പെടുത്തി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സമാനതകളില്ലാത്തത്, കിടയറ്റത് എന്നൊക്കെ അതിനെ പറയും. പശുപ യുവതി ഭോഗ്യ. പശുപയുവതികൾക്ക് ഭോഗ്യമാണ്, അല്ലാതെ ഉന്നതരായിട്ടുള്ള ആളുകൾ അവർക്കല്ല.
പശുപ യുവതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരാണ്, കിടാത്തികൾ ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സാധാരണക്കാരികളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് പോലും അത്രയേറെ ഭോഗ്യ. അപ്പോ ഇടയപ്പെൺകുടികൾക്ക് പോലും അനുഭവം യോഗ്യനായിട്ടുള്ളത് എന്നാണ്. സജല ജലതപാളി മേചക, ജലമുള്ള മേഘം. ജലമില്ലാത്ത മേഘവും നമ്മൾ കാണും, അതാണ് വെള്ളമേഘങ്ങൾ. ജലമുള്ള മേഘമാണോ ആവുമ്പോഴാണ് കാർമേഘമായിട്ട് മാറുന്നത്. ആ നീരണിഞ്ഞ മേഘം മാല പോലെ നീല നിറമാണ്ടവൻ എന്നാണ്. നീലമേഘത്തിന്റെ തുല്യമായ നീല നിറത്തോട് കൂടിയവനുമായിട്ടുള്ള അല്ലയോ കൃഷ്ണ. ആ കൃഷ്ണൻ അങ്ങനെയാണ്, ദേവതകളുടെയും ദേവതയാണ് എന്നാണ്. സാ ദേവതാ എന്നാണ് പറയുന്നത്. ദേവതമാർക്കും ദേവത എന്നുള്ള ശബ്ദം കൊണ്ട് ഇവിടെ ദേവിമാരെയും ദേവന്മാരെയും പരിഗണിച്ച് അവർക്കും ഉപരിയായിട്ടുള്ളവൻ എന്ന് വേണം പറയാൻ. അങ്ങനെ സകല ദേവതകളുടെയും ദേവതയായിട്ടുള്ള അന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുന്ന് എനിക്ക് പ്രത്യക്ഷനാകണമേ എന്ന ആ വന്ദന ശ്ലോകത്തോട് കൂടിയിട്ടാണ് അവതാര കഥയുടെ ആരംഭം വരുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇപ്പൊ സാക്ഷാൽ ഭഗവാനെ വന്ദിച്ചു, ഗുരുവിനെ സ്മരിക്കുക എന്ന് പറയുന്ന ഒരു മാന്യമായ ഏർപ്പാടാണ്. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. നമ്മളെ ഈശ്വരനിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അടുപ്പിക്കുന്നത്, ഈശ്വരനെ കാട്ടിത്തരുന്നത് വാസ്തവത്തിൽ ഗുരുവാണ്. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതില് ഏറ്റവും ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ് കേട്ടോ. നമ്മള് വയറ്റിലായിരിക്കുമ്പോഴും അമ്മയുടെ വയറിലായിരിക്കുമ്പോഴും വയറിൽ കിടന്ന് ഇരുട്ടിൽ കിടക്കുമ്പോൾ പോലും നമുക്ക് ഒരു അറിവുണ്ടാക്കി തരുന്ന ആളാണ് നമ്മുടെ അമ്മ. അത് കഴിഞ്ഞ് ഇരുട്ടുന്ന് പുറത്ത് കിടന്നാലും നമുക്ക് അച്ഛനെ വരെ കാട്ടിത്തരുന്ന ആള് നമ്മുടെ അമ്മയാണ്. ഇതാണ് അച്ഛൻ എന്ന് അമ്മ പറഞ്ഞിട്ടാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെ ആ അച്ഛനും അമ്മയും പിന്നെ നമുക്കൊരു ഗുരുവിനെ തേടി തരുന്നു. ഒരുപക്ഷെ അവരും നമുക്ക് കൊണ്ടാക്കി തരും ഗുരുവിന്റെ അടുത്ത്. ഇല്ലെങ്കിൽ നമ്മള് പിന്നെ ഗുരുക്കന്മാരെ തേടി കണ്ടുപിടിക്കും. ഇവരാണ് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ ഈശ്വരനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മുടെ ഗുരു തന്നെയാണ്, നമ്മുടെ വഴികാട്ടികളാണ്. ദുശബ്ദസ്തു അന്ധകാരസ്യ ദുശബ്ദസ്തം നിരോധകഃ അന്ധകാര നിരോധിത്വാൽ ഗുരുരീതി അഭിധീയതേ എന്നാണ്. അന്ധകാരം മാഞ്ഞു പോകുന്നതിന് കാരണക്കാരൻ ആ ഗുരുവാണ്. ആ ഗുരുവിനെ നമസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രേംനാലം ലാള്യമാന സദയമിഹ സദാനന്ദ സംജ്ഞേന പിത്ര രാമേണ ജ്യായസാവ വിവശമതിശയോ വിവശമതി യശോദാഖ്യയാ വാജനന്യാ ആദീവ്യൻ ദിവ്യഗവ്യാ വിബുധ പരിവൃഢോരിഷ്ടദാതാഖമോക്ഷം പുഷ്ണൻ കൃഷ്ണോ ഗുരുർമേ പരമതമപദോദ്ഭാസകോ ഭോ ഭവീതു. ഇവിടെ ആനായന്ന കൃഷ്ണ പിഷാരി എന്ന് പറയുന്ന തന്റെ ഗുരുനാഥനെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സദാനന്ദൻ എന്ന പേരുള്ള അച്ഛൻ, രാമൻ എന്ന പേരായിട്ടുള്ള ജ്യേഷ്ഠൻ, വാത്സല്യം നിറഞ്ഞ ഹൃദയമുള്ള യശോദ എന്ന പേരുള്ള അമ്മ, ഇവരോടൊക്കെ കൂടി സ്നേഹത്തോടുകൂടി ദയയോടുകൂടി ഏറ്റവും ലാളിക്കപ്പെട്ട് വളർത്തിയ, സംസ്കൃത ഭാഷയുമായിട്ട് കളിക്കുന്ന ദിവ്യഗവ്യ ആദീവ്യൻ എന്നാണ് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദേവഭാഷയുമായിട്ട് കളിക്കുക. സംസ്കൃതം അദ്ദേഹത്തിന് ഒരു കേളി രംഗമാണ്. ആർക്ക്? തന്റെ ഗുരുനാഥന്. അപ്പോ ആ ദേവഭാഷയുമായിട്ട് കളിക്കുന്ന ആളാണ്.
വിബുധ പരിമഠ എന്നാണ്. പണ്ഡിത ശ്രേഷ്ഠനാണ് അദ്ദേഹം, പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. രിഷ്ടദാത, അശുഭത്തെ പോക്കി എപ്പോഴും സത്തായിട്ടുള്ളതിനെ നൽകുന്നവനാണ് അദ്ദേഹം. അഘമോക്ഷം പുഷ്ണൻ, അഘമോക്ഷം പാപമോചനം അരുളുന്നവനാണ് അദ്ദേഹം. എല്ലാ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നവനാണ്. നല്ല ഗുരുക്കന്മാര് തന്റെ ശിഷ്യന്മാരില് കളങ്കം എന്ന് പറയുന്നത് ഉണ്ടാവാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കളങ്കത്തിന്റെ അപകടം അവരെ തീണ്ടാൻ വരുമ്പോ അത് ഗുരു തന്റെ ശക്തി കൊണ്ട് അകറ്റി കളയും. ഈ കളങ്കം ഉണ്ടാവാൻ ഏറ്റവും വലിയ ഒരു സാധ്യത വരിക അഹങ്കാരം ഉണ്ടായാലാണ്. അവിടെയാണ് ഗുരുക്കന്മാരെപ്പോഴും ശിഷ്യന്മാരില് അഹങ്കാരം ഉണ്ടാവാതിരിക്കാനുള്ള പണി ചെയ്യുന്നത്. അഹങ്കാരം എപ്പോഴൊക്കെ തീണ്ടാൻ നോക്കുന്നുവോ അപ്പോഴൊക്കെ ആ ഗുരുനാഥൻ ആ അഹങ്കാരത്തെ അവിടെ തകർത്ത് കളയണം. അഹങ്കാരം നമുക്കൊക്കെ വലിയ വിപത്ത് വരുത്തുന്ന അപകടകാരിയായിട്ടൊരു സാധനമാണ്. അതുകൊണ്ട് ഈശ്വരന്മാരുടെ മുന്നിൽ നമ്മളിന്ന് വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഈശ്വര എനിക്ക് അഹങ്കാരം ഉണ്ടാവരുതേ, അഹങ്കാരം ഉണ്ടാവരുതേ മാത്രമാണ്. വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് എത്താനുള്ളത്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നതാണ്. അവിടെ ഭഗവത് അനുഗ്രഹം ചോദിക്കാതെ തന്നെ കൈവരും. ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദരിദ്രന്മാരാവുകയാണ് ചെയ്യാം. ചോദിക്കാതെ തന്നെ നമുക്ക് ഭഗവാൻ നമുക്കും നമ്മളുടെ തലമുറകൾക്കും ഉള്ളത് കനിഞ്ഞു തരും എന്നർത്ഥം. അങ്ങനെ ഉള്ള പാപമോചനം നൽകുന്നവനായിട്ടുള്ള ഗുരുഹോ കൃഷ്ണ എന്നാണ്. എന്റെ ഗുരുനാഥനായിട്ടുള്ള ആ കൃഷ്ണൻ. അപ്പൊ ഇവിടെ രണ്ടർത്ഥത്തില് തന്റെ ഗുരുവിനെ വന്ദിക്കുക മാത്രമല്ല ചെയ്തത്, കൃഷ്ണനെ ഒന്നും കൂടി വന്ദിക്കുകയാണ് ചെയ്തത്. ഇവിടെ സദാനന്ദൻ എന്ന് പറഞ്ഞപ്പോ സദാ എന്നുള്ളതും നന്ദൻ എന്നുള്ളതും അവിടെ രണ്ട് പദമായിട്ട് എടുത്താൽ, നന്ദൻ എന്ന് പറയുന്ന കൃഷ്ണന്റെ അച്ഛന്റെ പേരാണോ. അതുപോലെ തന്നെ യശോദ എന്ന് പറയുന്നത് ഗുരുനാഥന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ തന്റെ അമ്മയെ കുറിച്ചും അതായത് ഭഗവാന്റെ അമ്മയെ കുറിച്ചും അവിടെ പേര്. ഇനി രാമൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞപ്പോ അത് കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനും അവിടെ ബലരാമനും അവിടെ പരാമർശമായിട്ട് വന്നു. ഇങ്ങനെ ആ രണ്ട് തലത്തിൽ പ്രസക്തമായിട്ടുള്ള വന്ദനമാണ് ഈ ശ്ലോകം എന്നുള്ളതാണ് അതിന്റെ വൈശിഷ്ട്യം. അപ്പൊ തന്നെ ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ കാരണം, ഇങ്ങനെ പദങ്ങൾ കൊണ്ട് ചമൽക്കാരം ഉണ്ടാക്കാൻ കെൽപ്പുള്ള, കവിത്വ സിദ്ധിയുള്ള, പാണ്ഡിത്യത്തിന്റെ വളരെ വലിയ ഒരു തലമുള്ള ഒരു കവിയാണ് ശ്രീ മാനവേന്ദ്ര തമ്പുരാൻ എന്നുള്ളൊരു ഉദാഹരണം കൂടി പറയാനാണ് ഈ ശ്ലോകം പറഞ്ഞത്. അപ്പൊ ഗുരുവന്ദനത്തിൽ തന്നെ സാക്ഷാൽ കൃഷ്ണവന്ദനം കൂടി അദ്ദേഹം നിർവഹിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി. ഇഹമേ, ഇഹ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ, ഇവിടെ എനിക്ക് പരമതമ പദോദ്ഭാസക, ഇവിടെ പരമതമ പദോ ഉദ്ഭാസകൻ എന്നുള്ള ആ വാക്ക്, പരമതമമായിട്ടുള്ള പദം, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദം എന്നുള്ളൊരർത്ഥമുണ്ട്. അതുകൂടാതെ പരമതമമായിട്ടുള്ള പദം എന്ന് പറഞ്ഞ വാക്ക് എന്നർത്ഥമുണ്ട്. അത്യുത്കൃഷ്ടങ്ങളായിട്ടുള്ള പദങ്ങളെ എനിക്ക് തോന്നിക്കുമാറാവണം എന്നുള്ള പ്രാർത്ഥനയും അത് ഗുരുനാഥനോട് പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൃഷ്ണപക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ആ പരമതമ പദോദ്ഭാസക എന്ന് പറയുന്നത് പരമതമമായ പദത്തെ, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തെ തോന്നിക്കുന്നവനായി ഭവിക്കണേ, സിദ്ധിക്കുന്നവനായിട്ട് ഭവിക്കണേ എന്നുള്ള അർത്ഥം കൂടി അവിടെ ധ്വനിപ്പിക്കുന്നുണ്ട്. ആ അതിമനോഹരമായിട്ടുള്ള പദവിന്യാസത്തിന്റെ ഭംഗി, വളരെ ദീർഘവീക്ഷണമുള്ള, അർത്ഥസമ്പൂർണമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞ ഒരർത്ഥം കൊണ്ട് നിൽക്കാതെ വീണ്ടും വീണ്ടും അർത്ഥങ്ങളെ തേടുന്ന പദങ്ങൾ, അതാണ് കവിത്വ സിദ്ധി എന്ന് പറയുന്നത്. ഇനി ഈ അവതാര കഥയുടെ കഥാരംഭ മംഗള ശ്ലോകവും കൃഷ്ണാട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള
ഒരു ശ്ലോകമാണ്. ഒരു കവിയുടെ പ്രാർത്ഥനയാണ്. എന്താണ് കവി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൗവർണാദ്ഭുതഭൂഷണോജ്വലവപു സംവീതപീതാംബരോ നീലാംഭോദനിഭോ ഭുജൈർധൃതഗദാ ശംഖാരി പങ്കേരുഹൈഃ ഭ്രാജിഷ്ണുർഗുരുവായുമന്ദിരവിരോചിഷ്ണു സ വിഷ്ണു സ്വയം ധൃഷ്ണുർവിശ്വജനോപതാപഹരണേ കാവ്യം മമ ഖ്യാപയേ കാവ്യം മമ ഖ്യാപയേ. എന്റെ കാവ്യത്തിന് ഖ്യാതി ഉണ്ടാക്കണേ എന്നാണ് എല്ലാ കവികളും ആഗ്രഹിക്കുന്നത്. ഇത് ഒരു പുസ്തകത്തിലാക്കിയിട്ട് ഇവിടെ ഇരിക്കണം എന്നല്ലല്ലോ, അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകണം. അതാണ്. അത് പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ ഒരു 10, 10,000, 1,00,000 കോടി കോപ്പികൾ അടിച്ചുണ്ടാക്കാൻ ഒരു പാടില്ല. മറ്റത് കവി തന്നെ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് പിന്നെ അതിന്റെ പകർപ്പ് എഴുതിണ്ടാക്കുക എന്ന് പറയുന്നതാണ് അടുത്ത. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഗ്രന്ഥം എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് തെറ്റുകൂടാതെ പകർത്തി എഴുതുക എന്ന് പറയുന്നത്. പല ഗ്രന്ഥങ്ങളുടെയും ആ മൂലവും അതിന്റെ പകർപ്പുകളും നോക്കിയാൽ മനസ്സിലാവും. തെറ്റുകൂടാതെ അതിന്റെ പകർപ്പുകൾ എത്ര എടുക്കും? ഇന്നത്തെ പോലെ പേപ്പറുകൾ ഇങ്ങനെ നിരവധി ഉണ്ടോ? ഓലയിൽ വേണം എഴുതിണ്ടാക്കാൻ. അപ്പോ എന്നിട്ടും ജനഹൃദയങ്ങളിലേക്ക് തന്റെ കാവ്യം എത്തിച്ചേരണമെന്ന് കൊതിച്ച ഒരു കവി. ഒരുപക്ഷെ നാരായണീയം ജനഹൃദയങ്ങളിലേക്ക് ആ കാവ്യരൂപത്തിൽ എത്തിയതും കഴിഞ്ഞ് കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ദൃശ്യകാവ്യത്തില് എത്തിച്ചേർന്നു നിന്ന വലിയൊരു തലം ലഭിച്ചു ഇവിടെ മാനവേദൻ എന്ന് പറയുന്ന കവിക്ക്. ആ പ്രാർത്ഥന എത്ര സഫലമാക്കി എന്നുള്ളതാണ്. എന്റെ രോഗങ്ങളെ ശമിപ്പിക്കണേ, എന്റെ രോഗങ്ങളെ ശമിപ്പിക്കണേ എന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചപ്പോ അത് സാധാരണക്കാർക്കൊക്കെ അതുപോലെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്ലോകങ്ങളായിട്ട് മാറി അല്ലെ. പുഷ്പാർച്ചന അക്ഷരാർച്ചനയാണ്. അക്ഷരം കൊണ്ട് അർച്ചിക്കാൻ. നമുക്ക് പുഷ്പങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? നട്ടു വളർത്തണം, പിന്നെ അത് പൊട്ടിച്ചെടുക്കണം. നട്ടു വളർത്തി വീടിന് മുമ്പത്ത് ഉണ്ടായാൽ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന അമ്പലത്തിൽ കൊണ്ടുപോകാൻ വലിയ പാടാണ് അല്ലെ. ഇനി പൊട്ടിച്ചെടുക്കുമ്പോ തന്നെ അത് വാടും ചിലപ്പോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അക്ഷരം ഉണ്ടെങ്കിലോ? അതാണ് ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗുരുക്കന്മാര് പകർന്നു നൽകുന്ന അക്ഷരത്തിന്റെ മഹിമ എന്താന്ന് ചോദിച്ചാൽ, ഈശ്വരന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ആ അക്ഷരപ്പൂക്കളെ കൊണ്ട് നമുക്ക് ഭഗവാനെ അർച്ചിക്കാം. ഇനി നിങ്ങൾ വലിയ കവിയൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും നാമം ചൊല്ലിയാണ്. അതാണ് അക്ഷരപ്പൂക്കൾ അർച്ചിക്കുക എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ അത് ഹരിനാമ കീർത്തനത്തിലൂടെ 51 അക്ഷരം കൊണ്ട് തന്നെ നമുക്ക് അർച്ചിച്ച് കാണിച്ചു തന്നത് വേറെ ഒരു കഥ. ഒരു വലിയ വേദാന്തങ്ങൾ ഉൾപ്പെടുത്തി അത് അർച്ചിച്ച് കാട്ടി തന്നു. അപ്പൊ അതേ കാലഘട്ടത്തിലൊക്കെ ഈ എഴുത്തച്ഛനെയും മേൽപ്പത്തൂരിനെയും ഒക്കെ പിൻപറ്റി വന്ന ആ സംസ്കൃതി ഉൾക്കൊണ്ട ഒരു രചയിതാവാണ് ശ്രീ മാനവേദൻ തമ്പുരാൻ എന്നുള്ളതാണ് അതിന്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. ആ കാലത്ത് ശൈവ വൈഷ്ണവ വിശ്വാസങ്ങൾ തമ്മിലൊരു സംഘട്ടനം മുൻപുണ്ടായിരുന്നു. ശൈവ വിശ്വാസവും വൈഷ്ണവ വിശ്വാസവും ശാക്തേയ വിശ്വാസവും തമ്മിലൊക്കെ സംഘട്ടനങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 16, 17 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ആ സംഘട്ടനങ്ങളൊക്കെ മാറി ശൈവര് വൈഷ്ണവന്മാരെയും വൈഷ്ണവന്മാര് ശൈവരെയും ബഹുമാനിക്കുന്ന ഒരു ഘട്ടം. അത് കൃതികളിൽ കാണാം. നമുക്കറിയാം, അധ്യാത്മരാമായണം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ശിവൻ പാർവതിക്ക് ശ്രീരാമന്റെ കഥ ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. അപ്പൊ ശിവൻ ആ വിഷ്ണു ഭക്തനാണ്. ശ്രീരാമൻ രാമമന്ത്രം എന്ന് പറയുന്ന താരക മന്ത്രമാണ് അത്രേ ശിവൻ ഏത് സമയവും ജപിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ആ കൃഷ്ണനാട്ടത്തിൽ തന്നെ ബാണയുദ്ധം കഥ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ബാണയുദ്ധത്തില് കൃഷ്ണൻ ഒരു സത്സന്താനം ഉണ്ടാവുന്നതിനായിട്ട് തപസ് ചെയ്യുന്നത് ആരെയാണെന്നറിയോ? ശിവനെയാണ് തപസ് ചെയ്യുന്നത്. ആ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കുകയാണ്. കുടുംബസമേതമാണ് പ്രത്യക്ഷനാവുന്നത് കേട്ടോ. അതുകൊണ്ട് വെറുതെ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു വരം കൊടുക്കല്ല, കുടുംബസമേതാണ് ആ ശിവഭഗവാൻ പ്രത്യക്ഷനായത്. എന്നിട്ട് ആ കൃഷ്ണന്റെ മഹാദേവ സ്തുതിയും ഒപ്പം മഹാദേവന്റെ കൃഷ്ണസ്തുതിയും ആ ശിവന്റെ ഭൂതഗണങ്ങളിലെ പ്രധാനികളായിട്ടുള്ള
ശിവഭൂതങ്ങളിലുമൊക്കെ പ്രധാനികളാണ് ഈ ഖണ്ഡാകർണന്മാര്, പിശാചുക്കളാണ്. ആ പിശാചുക്കളിൽ പോലും അവരുടെ പൂർവജന്മസിദ്ധമായിട്ടുള്ള ഭക്തിയുടെ അംശം കൊണ്ട് എങ്ങനെയാണ് അവര് ആ മുരരിപൂവിനെ, മുരാരിയെ സ്തുതിക്കുന്നത് എന്നാണ്. ആ ഖണ്ഡാകർണന്മാരുടെ ഭക്തിചേഷ്ടകളും അതും ബീഭത്സ ഭാവത്തിലുള്ള ആ തലത്തിൽ പോലും ഭക്തി എത്രമാത്രം തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. കൃഷ്ണാനന്ദന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ പൊയ്മുഖങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം, അതൊക്കെ ഞാൻ സമയത്തിനനുസരിച്ച് ഞാനത് വരാം. അപ്പൊ ഇത്രയും പ്രാർത്ഥന, തന്റെ കാവ്യം പ്രസിദ്ധമാവണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശ്രീ മാനവേന്ദ്ര തമ്പുരാൻ കൃഷ്ണഗീതി രചിക്കുന്നത്. എങ്ങനെയുള്ള ഭഗവാനാണ്? നമുക്കറിയാം, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം അല്ലെ? അഗ്രേ പശ്യാമി തേജോ വിവിടതരകളായ അവലീലോഭനീയം എന്നൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിച്ച മേൽപ്പത്തൂര് ഒട്ടും കുറയാൻ പാടില്ല. ഈ പിൻതലമുറക്കാർ എപ്പോഴും എന്ത് വേണം? ഒരു പടി മുന്നോട്ട് വയ്ക്കണം. എന്താ കാരണം? തന്റെ മുന്നിലുള്ളവരെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിൽ താഴെ വെച്ചാൽ മോശമാണ്, മാർക്ക് കിട്ടില്ല. ഒരു മത്സരത്തിന് പോയി അങ്ങനെയല്ലേ, ഒന്നാമത്തെ ആളൊരു പാടി ഇട്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആൾക്കും മൂന്നാമത്തെ ആൾക്കും നല്ല പണിയാണ്. അതിനെ മേൽ വെച്ചിട്ട് വേണം നമുക്ക് വിജയം നേടാൻ. അപ്പോ മേൽപ്പത്തൂർ ഇങ്ങനെ അവിടെ എഴുതി വെച്ചു, കൊത്തി വെച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ അതിന്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോ സൗവർണാദ്ഭുത ഭൂഷണോജ്വലം സച്ചിദാനന്ദ കട്ട എന്നാണ് സാക്ഷാൽ പരബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നത്. ആ സച്ചിദാനന്ദ കട്ട തന്നെയാണ് ഗുരുഭവന ഉരിയിൽ അരുളുന്നത്, ബ്രഹ്മം തന്നെയാണ് എന്നാണ് നമ്മള് നാരായണീയം ബോധിപ്പിക്കുന്നത്. ഇവിടെ സൗവർണാദ്ഭുത ഭൂഷണോജ്വല വപു, ഈ അദ്ഭുതം എന്ന് പറയുന്ന രസം ആദ്യം തന്നെ വന്ദനത്തിൽ കൊണ്ട് തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഒക്കെ ഒരു അത്ഭുതമാണ്. ഭഗവാന്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ ഒരു അത്ഭുതമാണ്. അപ്പൊ ആശ്ചര്യമരുളുന്നതായ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് മിന്നുന്ന ശരീരത്തോടു കൂടിയവൻ. അതുകൊണ്ട് തന്നെ ആൾക്കാർ ധാരാളം സ്വർണം ഭഗവാൻ സമർപ്പിക്കുന്നു. ധാരാളം സ്വർണം ഉള്ളാണെങ്കിൽ സ്വർണത്തിന് വില ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോ ആശ്ചര്യമരുളുന്ന സ്വർണാഭരണങ്ങൾ, കാരണം നമുക്കൊക്കെ ഉള്ളതല്ല ഭഗവാൻ ഉണ്ടാവുക. അവിടെ നിരവധി വിഭവങ്ങൾ ഉണ്ടാവും. അത് ആഭരണങ്ങളായാലും ശരി, ഇനി ഭക്ഷണമായാലും ശരി, എല്ലാം വളരെ വൈശിഷ്ട്യമാണ് അദ്ദേഹം. അങ്ങനെ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് മിന്നുന്ന ശരീരത്തോടു കൂടിയവൻ, മഞ്ഞപ്പട്ട് ചാർത്തിയവൻ, സംവീത പീതാംബരഹ, പീതാംബരനാണ്. പക്ഷെ പീതാംബരം കണ്ടിട്ട് പീതാംബരഹ, സംവീത പീതാംബരഹ എന്ന് ഈ ശ്ലോകത്തിലുണ്ടല്ലോ എന്ന് കണ്ടിട്ട് നമ്മൾ കൃഷ്ണനാട്ടത്തില് ആ കൃഷ്ണൻ ഉടുത്തുകെട്ടി വരുന്നത്, കൃഷ്ണന്റെ ഞൊറി വരുന്നത് നമുക്ക് ചുമന്ന പട്ടാണ്. ആ ചുമന്ന പട്ടിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ മഞ്ഞ നിറം നമുക്ക് കാണാൻ സാധിക്കുക. വീരാളിപ്പട്ടിന്റെ ആ ഉടുത്തുകെട്ടും അതിന്റെ വശങ്ങളിലാണ് നമുക്ക് ഈ മഞ്ഞ നിറം കാണാൻ സാധിക്കുക. അത് കൃഷ്ണാടത്തിന്റെ ഒരു ഭംഗിയാണ്, തനിമയാണ്. വർണ്ണങ്ങൾ ആണ് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങിയിട്ടുള്ള വർണ്ണങ്ങൾ. ആ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വർണ്ണ ഭംഗികളാണ് കൃഷ്ണനാട്ടത്തിലെ ആഹാര്യങ്ങളിൽ പോലും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ ആ സംവീത പീതാംബരഹ, മഞ്ഞപ്പട്ട് ചാർത്തിയവൻ, നീലാംബോധ നിഭഹ, കാർകൊണ്ടലിന്റെ ശോഭയുള്ളവൻ, ധൃതഗദാശങ്കാരി പങ്കേരുഹൈഹി, അതായത് ഗദ, ശംഖ്, ചക്രം, അതുപോലെ തന്നെ താമര, ഇതൊക്കെ കയ്യിൽ അണിഞ്ഞ് ശോഭിക്കുന്നവൻ. വിശ്വജനോപതാപഹരണേ സ്വയം ധൃഷ്ണുഹു, ജനങ്ങളുടെ താപത്തെ, ജനങ്ങളുടെ ദുഃഖത്തെ നീക്കം ചെയ്യുന്നതിൽ സ്വയം ധൃഷ്ണുഹു, വേറൊരാളുടെ സഹായം തേടുന്നതില്ല, അവനോട് തന്നെ പറ്റും. ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയാൽ മുഴുവൻ അത് പറ്റില്ല എന്നുള്ളതാണ്. അത് നമുക്ക്
അവതാരം കഥയിൽ തന്നെ ഭൂമിദേവി ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം പറയുന്നതാണ്. ആ ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം പറയുമ്പോ ബ്രഹ്മാവ് പറയും, അല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടിയിട്ട് ആ വിഷ്ണുവിന് ശരണമടയാം. ഇത് മുഴുവൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, എനിക്ക് സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. പക്ഷെ ഏത് ഡിപ്പാർട്ട്മെന്റും മറ്റൊരാൾക്ക് ആക്ഷേപമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വിഷ്ണു. അദ്ദേഹം വേണ്ടി വന്നാൽ സൃഷ്ടിയുടെ ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ നോക്കും, ഇനി സംഹാരത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണമെന്നുണ്ടെങ്കിൽ കൈകടത്തും, എന്നിട്ട് അതൊക്കെ റാറ്റിഫൈ ചെയ്യും. അതാണ് ശിവനൊന്നും എന്തിനാ അയാളെ കൊന്നത് എന്നോട് ചോദിക്കാണ്ട് എന്ന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അതെന്താ? അത് അവർക്ക് കേമത്തുള്ളതുകൊണ്ടാണ്. ചില നേതാക്കന്മാര് അണികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അണികൾ അതേപടി അനുസരിക്കും. എല്ലാവരും അങ്ങനെയല്ലല്ലോ. ചിലത് അണികൾ പോലും നേതാക്കന്മാരെ ചോദ്യം ചെയ്യും. അത് നേതൃത്വമാണോ എന്നൊരു കുറവാണ്. ഇതങ്ങനെയല്ല. എന്തിനേയും പരിഹാരം, എന്തിനും ഒരു പരിഹാരം അതിന് സാധിക്കുന്ന ആളാണ് വിഷ്ണു. അതുകൊണ്ട് ആ വിശ്വജനോപതാപഹരണേ സ്വയം ധൃഷ്ണുഹു ഗുരുവായൂമന്ദിര വിരോചിഷ്ണുഹു. ഗുരുവായൂർ എന്ന് പറയുന്നതായ ഈ മഹാക്ഷേത്രത്തിൽ ശോഭിച്ചരുളുന്നവനായ ആ മഹാവിഷ്ണു. നമ്മള് ഇപ്പോ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നുള്ളൊരു ധാരണയിൽ പറയുന്നത് ശരിക്കും മഹാവിഷ്ണു തന്നെ എന്നുള്ളതാണ്. നാരായണൻ, നാരത്തിൽ അയനം ചെയ്യുന്ന ആ അനന്തശായിയായിട്ടുള്ള ആള് ചിലപ്പോ അനന്താസനത്തിൽ ഇരിക്കാറുണ്ട് കേട്ടോ. അനന്താസനത്തിൽ ഇരിക്കുന്നതായ സന്ദർഭം സന്താനഗോപാല കഥ ഇല്ലേ? അനന്താസനത്തിൽ ഇരിക്കുന്ന ഭാഗമാണ് നമ്മള് പൂർണ്ണത്രയീശന്റെ രൂപം എന്ന് പറയും. അനന്തശായിയായിട്ടുള്ള ഭാവമാണ് നമ്മള് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ നിൽപ്പാണ്. അപ്പോ ആ അങ്ങനെയുള്ള ആ മഹാവിഷ്ണു എന്റെ കാവ്യത്തിന് ഖ്യാതി നൽകണേ എന്നതാണ്. അപ്പോ ഇവിടെ പലതും അറിഞ്ഞു കൊടുത്തതാ. അതായത് ആഭരണങ്ങളെ കുറിച്ച് പറഞ്ഞു, ആഭരണങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു, ആടകളെ കുറിച്ച് പറഞ്ഞു, ഇനി മറ്റ് ക്രിയാ അംഗങ്ങളെ കുറിച്ച്, ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ച്. അപ്പൊ മൊത്തത്തിലൊരു ആഹാര്യ വർണ്ണന കൂടി നടത്തി ഈ ശ്ലോകത്തിൽ. അപ്പോ ഭാവിയിലേക്കുള്ള ഒരു ശ്ലോകം കൂടി എഴുതി. ഇതൊരു വലിയ കലാരൂപമായി മാറുന്നതിന്റെ ഒരു വ്യത്യാർത്ഥം കൂടി ഈ ശ്ലോകത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആട്ടം ആയിട്ട് നമുക്ക് കൃഷ്ണനാട്ടം മാറിത്തീരുന്നത് കാണാം. അങ്ങനെയുള്ള ശ്രീ മാനവേദൻ തമ്പുരാൻ അദ്ദേഹം തൻ്റെ അമ്മാവനായിട്ടുള്ള ശ്രീ മാനവിക്രമന്റെ മരുമകനാണ്. ശ്രീ മാനവിക്രമ തമ്പുരാൻ അദ്ദേഹത്തിന്റെ സദസ്സില് പ്രസിദ്ധരായ കവികൾക്ക് സ്ഥാനം കൊടുത്തിരുന്ന ആളാണ്. 18 അരജ കവികൾ, 18 കവികൾ എന്നൊക്കെ പ്രസിദ്ധരായിട്ടുള്ള കവികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മൾ സ്മരിക്കണം. ശക്തി എന്നുള്ളത് എത്രമാത്രം പ്രധാനമാണോ, ആ സാമൂതിരിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഗിരി ഉണ്ടല്ലോ, ഗിരി എന്ന് പറയുന്ന കുന്നാണ്, ഇപ്പുറത്ത് അല. ഈ കുന്നും അലയും, ആ ഒരു സ്ഥലത്തെ കുന്ന് മുതൽ ഇപ്പുറത്തെ കടല് വരെ സ്വന്തമായിട്ടുള്ള ആളാണ്. നമ്മുടെ ഭാരതത്തിനും അങ്ങനൊരു സവിശേഷത, കേരളത്തിനും ഉണ്ടായ സവിശേഷത. സഖ്യപർവ്വത നിരകൾ അങ്ങനെ മുകളിൽ അവിടെ നിൽക്കണം, ഇപ്പുറത്ത് അടിയില് സമുദ്രവുമാണ്. കുന്നലക്കോനാതിരി എന്നൊക്കെയുള്ള ഒരു പദം വരുന്നത്. ഈ മാനവേദൻ തമ്പുരാൻ, മാനവിക്രമൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള അമ്മാവന്റെ മരുമകൻ, ആ ഒരു പാരമ്പര്യത്തിന്റെ പാണ്ഡിത്യത്തിന്റെ അംശം നിലനിർത്തുന്നവനാണ് അദ്ദേഹം. അദ്ദേഹം ഈ കാവ്യത്തിന് ഖ്യാതി അരുളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ കൃഷ്ണനാട്ടം ആരംഭിക്കുന്നത് ഭൂമിദേവി ബ്രഹ്മാവിനോട് വന്ന്
സങ്കടം പറയുന്ന രീതിയിലാണ്. ചിലപ്പോൾ ഇതിലൊക്കെ ചെറിയ വ്യത്യാസം. ആദ്യകാലത്ത് രംഗാവതരണം മറ്റൊരു രീതിയിലായിരുന്നു, പിന്നീട് അവതരണത്തിന് ക്രമം ഉണ്ടായി വന്നതാണ്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടത്തിന്റെ അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുൻപൊന്നുമില്ലാതിരുന്ന ഒരു ആട്ടപ്രകാരവും ക്രമദീപികയും പുതിയതായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 2 വോള്യങ്ങളായിട്ട് ആ ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്. കൃഷ്ണഗീതി എന്ന് പറയുന്ന കാവ്യം ആദ്യം കൃഷ്ണനാട്ടം എന്ന പേരിൽ തന്നെയായിരുന്നു ആ കാവ്യം ഉണ്ടായിരുന്നത്. ഈ പുസ്തകം അങ്ങനെയാണ്. ഈ പുസ്തകം കൃഷ്ണനാട്ടം എന്ന പേരുള്ള പുസ്തകമാണ്. ഇത് പ്രൊഫസർ PC വാസുദേവൻ ഇളയത് എന്ന് പറയുന്ന അസാമാന്യ സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹം അതിമനോഹരമായിട്ട് വ്യാഖ്യാനം നിർവഹിച്ച ഒരു ഗ്രന്ഥമാണ്. ഇതിനെ കൂടി കുറച്ചുകൂടി അറിവുകൾ ഉൾച്ചേർത്തിട്ട് ഇതിൽ നിന്നും ഇനിയും കിട്ടേണ്ട രംഗത്ത് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ആ 2 പുസ്തകങ്ങളാണ് കൃഷ്ണനാട്ടത്തിന്റെ ക്രമദീപികയും ആട്ടപ്രകാരവും എന്ന് പറയുന്ന ആ ഗ്രന്ഥം. ഇനിയും നിരവധി ഗ്രന്ഥങ്ങൾ കൃഷ്ണനാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 2 ഗ്രന്ഥങ്ങൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്. അതില് ഈ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ കൃഷ്ണഗീതി എന്ന പേരിൽ തന്നെയാണ്. കൃഷ്ണഗീതി എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര് എന്ന് പറയുന്നത്. കൃഷ്ണഗീതി എന്ന പേരിൽ തന്നെയാണ് ഇപ്പൊ ഗുരുവായൂർ ദിവസം പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ പുതിയ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണനാട്ടം കാണുന്നവര് പലപ്പോഴും കഥയറിഞ്ഞ് ആട്ടം കാണാൻ സാധിക്കാറില്ല. കൃഷ്ണകഥ ആയതുകൊണ്ട് കുറെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം, പറഞ്ഞു കേട്ടിട്ടും പറ്റും. എന്നാലും ധാരാളം ഉപകഥകൾ ഈ ഭാഗവത കഥയിൽ കടന്നു വരുന്നത്. ആ ഉപകഥകളെ കൂടി ഉപജീവിച്ചുകൊണ്ടാണ് കൃഷ്ണനാട്ടത്തിലെ രംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിനും സൗകര്യമുണ്ട്. ഗുരുവായൂർ ദിവസം ഇപ്പോൾ എല്ലാ ദിവസവും കളി കാണാൻ വരുന്നവർക്കായിട്ട് ആ രംഗാവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാംശങ്ങൾ വളരെ കൃത്യമായി ഭക്തജനങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിന് കൃഷ്ണനാട്ടം കളി നടക്കുന്നിടത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കഥ മാത്രമല്ല അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ പുറക്കളികളിൽ കൃഷ്ണനാട്ടം അവതരിപ്പിക്കലും ആ കഥയറിഞ്ഞ ആട്ടം കാണാൻ പാകത്തിന് അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. കൃഷ്ണനാട്ടത്തില് ഞാൻ കുറച്ച് വേഗത്തിലേക്ക് കിടക്കുകയാണ്. മാനവേദനയൊക്കെ സ്മരിക്കാതെ പോകുന്നതും കൃഷ്ണഗീതിയെ കുറിച്ച് പറയാതെ പോകുന്നതും ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് പറയേണ്ടി വരുന്നത്. കൃഷ്ണനാട്ടത്തിലെ 8 കഥകളാണ് നമ്മളിപ്പോൾ രംഗത്ത് അവതരിപ്പിക്കുന്നത്. ആ 8 കഥകൾ ഇട്ട് ആടാൻ പാകത്തിനാണ് കൃഷ്ണനാട്ടത്തെ ചിട്ടപ്പെടുത്തിയിരുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ കൃഷ്ണാഷ്ടകം, കൃഷ്ണാട്ടം. അഷ്ടകം എന്നുള്ളതിൽ നിന്ന് രൂപപ്പെടുത്തി വന്നതാണ് അട്ടം എന്നുള്ളത്. അങ്ങനെ കൃഷ്ണനാട്ടം, കൃഷ്ണന്റെ 8 കഥകൾ കൃഷ്ണാട്ടം എന്നുള്ളത് വന്നതാണെന്ന് പറയുന്നത്. പക്ഷെ പറഞ്ഞു വരാൻ സാധ്യത കൃഷ്ണനാട്ടം എന്നുള്ള മലയാളികൾ ഈ നായൊക്കെ പിന്നെ ഉപേക്ഷിച്ച് കൃഷ്ണാട്ടം, നാരായണ എന്ന് പറയില്ലേ നമ്മള്, അങ്ങനെയൊക്കെ നാരനേട്ടം എന്നൊക്കെയാ പറയാ. അപ്പൊ അങ്ങനെ നമുക്ക് ലോപിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക്. കൃഷ്ണാട്ടം എന്നാണ് സാധാരണക്കാരെപ്പോഴും പറയാ. കൃഷ്ണനാട്ടം എന്ന് നീട്ടാനൊന്നും നിൽക്കില്ല, കൃഷ്ണാട്ടം. കൃഷ്ണാട്ടം കളി ഉണ്ട് എന്ന്. ഗുരുവായൂരിപ്പോ കളിയുണ്ട്, രാത്രി കളിയുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കൃഷ്ണാട്ടം കളിയുണ്ട് എന്നാണ്. അത്രേ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഗുരുവായൂരുമായിട്ട് കൃഷ്ണൻ. ഗുരുവായൂരപ്പന് അകത്തെ നിവേദ്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ആ തൃപ്പുക കഴിഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന കൃഷ്ണനാണ് ഭഗവാൻ അത്രയേറെ പ്രിയമാണ്. അത് വാസ്തവത്തിൽ ഭഗവാനുള്ള ഒരു കലാനേദ്യം തന്നെയാണ്. ഭക്തജനങ്ങൾക്കും അവരുടെ നിരവധി ജീവിത സന്ദർഭങ്ങളില് ഒരാശ്രയമാണ് കൃഷ്ണൻ. ഓരോ കഥകൾക്കും അതുകൊണ്ട് ഫലശ്രുതിയുണ്ട്. ആ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മമ്മിയൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൃഷ്ണനാട്ടത്തിന് പ്രാധാന്യം ഉണ്ടെന്നാണ്. കൃഷ്ണനാട്ടത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള കഥയാണ് ബാണയുദ്ധ കഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ എല്ലാ ശിവരാത്രിക്കും ബാണയുദ്ധ കഥ അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ മഹാദേവന്റെ ക്ഷേത്രം. തിരുവണ്ണൂർ അമ്പലത്തിലും അതുപോലെ ശിവരാത്രി ദിവസം ഗുരുവായൂരിന്റെ കൃഷ്ണനാട്ടം ഉണ്ടാവും. സാമൂതിരിപ്പാടിന്
സൗജന്യമായിട്ട് ഇപ്പോഴും 3 കളികൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കളി. മമ്മിയൂര് ആ ശിവരാത്രിക്ക് നമ്മൾ വേറെ എവിടെയും കളിക്കാൻ പോവില്ല. പക്ഷെ മമ്മിയൂരപ്പൻ്റെ അടുത്ത് ശിവരാത്രി ദിവസം ആ മാണിയപ്പൻ കഥ ഭക്തിയോടുകൂടി ആ കലാകാരന്മാര് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഇത് കാണുന്നതും അവതരിപ്പിക്കുന്നത്. ഈ വർഷവും അത് കോവിഡ് സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ മുടങ്ങുള്ളൂ. പിന്നത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും അത് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് മഹാദേവന്റെ അനുഗ്രഹം. അവതാരം കഥയോട് കൂടിയിട്ടാണ് കൃഷ്ണാട്ടം ആരംഭിക്കുന്നത്. അവതാരം കഥയ്ക്ക് സന്താന ഭാഗ്യമാണ് ഫലശ്രുതിയായിട്ടുള്ളത്. കാളിയമർദ്ദനം കഥ, ആ കാളിയമർദ്ദനം കഥ ഞാൻ പറയാ, കാളിയമർദ്ദനത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യമുള്ളൊരു കഥയാണ്. വലിപ്പം കൊണ്ട് ചെറുതാണ് കഥ. പക്ഷേ ഒരു കലാകാരൻ 8 വയസ്സ് തൊട്ടാണ് കൃഷ്ണാട്ടത്തില് ഈ വേഷം കെട്ടി വരിക കുട്ടികൾ. അവർ 10 വർഷമാണ് അവർക്ക് ട്രെയിനിങ്. വേഷത്തിലും പാട്ടിലും 10 വർഷമാണ് ട്രെയിനിങ്. പിന്നെ മദ്ദളം ചുട്ടി വിഭാഗങ്ങൾക്ക് 5 വർഷം ആണ് ട്രെയിനിങ്. ഈ അഷ്ടകലാശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരു കലാകാരനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു കലാകാരനെ തുടർച്ചയായിട്ട് എത്ര നേരം വേണമെങ്കിലും ഇളകാതെ നിൽക്കാൻ പറ്റണം. അതുപോലെ എത്ര നേരം വേണമെങ്കിലും ആടിക്കളിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും. അത് അഭ്യാസം കൊണ്ട് മാത്രമാണ്. നല്ല മഴക്കാലത്ത് കൃഷ്ണാട്ടത്തില് ആ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ ഉഴിച്ചിലും ചൊല്ലിയാട്ടവും ഒക്കെ നടക്കുന്നത്. ആ സമയത്തുള്ള നിരന്തരമായ അഭ്യാസഫലം അതാണ് ഇവരിതിന് പാകപ്പെടുത്തിയെടുക്കുന്നത്. ഈ കാളിയമർദ്ദനം കഥയിലെ കുട്ടി, ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയായിട്ടുള്ള കൃഷ്ണനാണ്. അതേ ഏതാണ്ട് പ്രായവുമായി ആ പ്രായത്തിലുള്ളവരാണ് കൃഷ്ണാട്ടത്തിൽ വേഷം കിട്ടുന്നത്. കഥകളിക്ക് ഇങ്ങനെയല്ലോ, ഒരു കൃഷ്ണൻ തന്നെ പുറപ്പാടുന്ന ഒരു കൃഷ്ണൻ, പിന്നെ പ്രധാന കൃഷ്ണൻ വേറെയൊക്കെ വരും കഥകളിൽ. ഇതങ്ങനെയില്ല, ഒരു കഥയിൽ ഒരു കൃഷ്ണൻ തന്നെ ഉണ്ടാവും കൃഷ്ണാട്ടത്തിൽ. അത് ആ പ്രായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേഷമാണ്. അതും ഒരു പ്രാധാന്യമുള്ളതാണ്. 8 വയസ്സ് തൊട്ടുള്ള കലാകാരൻ ഉണ്ടാവുക. അങ്ങനെ കാളിയമർദ്ദനം കഥയിലേക്ക് എത്തുമ്പോൾ ഈ ചുവട് ഉറച്ച് ആ നൃത്തത്തിന്റെ പ്രാധാന്യം ശരിക്കും വിളിച്ചറിയിക്കുന്ന അവതരണം ആവശ്യമാണ് ആ കലാകാരൻ. അഹങ്കാരം നശിക്കാൻ കാളിയമർദ്ദനം കാണുന്നതാണ്. വിഷശമനം വളരെ പ്രധാനപ്പെട്ട ഒരു ഫലശുദ്ധിയാണ്. നമുക്ക് ഏറ്റവും വലിയ വിഷമാണ് ഈ അഹങ്കാരം. കാളിയുടെ കഥ തന്നെ പറഞ്ഞു തരുന്നത് അഹങ്കാരം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ മനസ്സ് വിഷലിപ്തമാവുന്നത്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ദ്രോഹമാവുന്നു, അവസാനം നമുക്ക് തന്നെ ദ്രോഹമാവുന്നു. അല്ലെ, ഈ കാളിയന്റെ അഹങ്കാരമാവുന്ന വിഷം കൊണ്ട് അവസാനം കാളിയന് തന്നെ അവിടുന്ന് സ്ഥലം വിടേണ്ടി വരികയാണ് ചെയ്യുന്നത് എന്നതാണ്. അങ്ങനെ അതി മനോഹരമായിട്ടുള്ള ആ കാളിയമർദ്ദനം എന്ന് പറയുന്ന കഥയിലെ വിഷശമനം എന്ന് പറയുന്ന ഫലശ്രുതി. രാസക്രീഡ കന്യകമാരുടെ ശ്രേയസ്സിനും ദാമ്പത്യബന്ധം സുദൃഢമാവുന്നതിനും വളരെ വിശേഷം. കന്യകമാർക്ക് ശ്രേയസ് ഉണ്ടാവാൻ ദാമ്പത്യബന്ധം സുദൃഢമാവും. രാസക്രീഡ ഇവിടെ എത്തുമ്പോൾ രാസക്രീഡയിലെ കൃഷ്ണൻ അവതാരം കാളിയമർദ്ദനം എന്നുള്ള ആ അവതരണം കഴിഞ്ഞ് രാസക്രീഡയിൽ എത്തുമ്പോൾ കംസവധത്തിലെ കൃഷ്ണനേക്കാൾ മുതിർന്ന കൃഷ്ണനാവും. എന്താ കാരണം വെച്ചാൽ രാസക്രീഡയ്ക്ക് പാകത്തിനായിട്ട് അവിടെ കൃഷ്ണൻ വലുതാവുകയാണ് ചെയ്യുന്നത്. ഈ ഗോപികമാരോട് രാസലീല ചെയ്യുന്ന കൃഷ്ണനായിട്ട് അവിടെ ഗോപികമാർക്ക് വേണ്ടി ഭഗവാൻ മാറിയതാണ്. അതാണ് രാസക്രീഡയിലെ കൃഷ്ണൻ. അത് നല്ലൊരു കലാകാരനെ, അതിന്റെ തുടക്കത്തിലുള്ള രംഗം തന്നെ ഉണ്ട്. കുറേ നേരം ആ വേണുഗാനം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണന്റെ ഒരു രംഗമുണ്ട്. കുറേ നേരം നിൽക്കാനുണ്ട്. അതും ഒരു അഭ്യാസ ബലം കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. രാസക്രീഡ അതിമനോഹരമായിട്ടുള്ള മുല്ലപ്പൂചുറ്റിലെ രാസക്രീഡയിലുമുണ്ട്, അവതാരം കഥയിലും നമുക്ക് കാണാൻ പറ്റും. രാസക്രീഡ കുറച്ച് ആ ആദ്യ രംഗങ്ങളിലൊന്നും തിരശീല കാണില്ല. അവസാനം ശംഖുചൂടൻ എന്ന് പറയുന്ന യക്ഷൻ വരുന്ന രംഗം, അപ്പോഴാണ് തിരശീല, അതിന് മുമ്പായിട്ടാണ് തിരശീല കാണുന്നത്. കാരണം ഒരേ കാലത്തില് ഒരേ സമയത്ത് നടക്കുന്ന കാര്യം സൂചിപ്പിക്കാൻ ഉള്ള തിരശീല ആവശ്യമില്ല. സമയവും സ്ഥലവും മാറുന്നു എന്ന് സൂചിപ്പിക്കാനാണ് തിരശീല ഉപയോഗിക്കുന്നത്. അതാണ് പ്രത്യേകത കൂടിയിട്ട് തിരശീലയുടെ ഉപയോഗത്തിൽ അതൊക്കെ ശ്രദ്ധിക്കാം. ഈ തിരശീല കൊണ്ട് തന്നെ
ഭൂമിയും ആകാശവും തമ്മിൽ വേർതിരിക്കുന്നതാണ്. നദിയും അതുപോലെ തന്നെ കരയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതിനൊക്കെ ഈ തിരശീല ഉപയോഗിക്കുന്നതാണ്. കാളിയമർദ്ദന രംഗത്തൊക്കെ ഈ തിരശീല ഉപയോഗിക്കുന്നത് ആ നദിയും കരയും തമ്മില് ആ കാളിയന്റെ നൃത്തം അവതരിപ്പിക്കുന്ന സമയത്ത് ഒക്കെ വളരെ ബുദ്ധിപൂർവ്വം തിരശീല ഉപയോഗിക്കുന്നതാണ്. കംസവധത്തിന് നമ്മൾ ഫലശ്രുതി പറയുക ശത്രുനാശം, പക്ഷെ ശത്രുതാനാശം നമ്മൾ തിരുത്തേണ്ടത്. ശത്രു നശിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമ്മൾ നശിച്ചു പോകും. കാരണം നമ്മളെ ശത്രു ചിലപ്പോ നമ്മൾ തന്നെ ആവുന്ന സന്ദർഭങ്ങളുണ്ട്. ആരാ ശത്രു നമുക്ക് അറിയില്ല, പക്ഷെ ഈശ്വരനെ കൃത്യമായിട്ട് തിരിച്ചറിയാം. ചിലത് പലതിനും കാരണം നമ്മൾ തന്നെയാവും. ചിലപ്പോൾ നമ്മൾ മറന്നു വെച്ചിട്ടാവും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം എടുത്തു വെച്ചിട്ടാവും. പക്ഷേ നമ്മൾ ധരിക്കുക വേറെ ആൾ എടുത്തുകൊണ്ടുപോയി എന്നിട്ട് വഴിപാടൊക്കെ നേരും മറ്റേ എടുത്തുകൊണ്ടുപോയി. അപ്പൊ അങ്ങനെയൊക്കെ നേർന്ന് നമുക്ക് തന്നെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ ശത്രുതാനാശം, ശത്രുതയ്ക്ക് കാരണമാവുന്ന എന്താണ്? അതാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ശത്രുതാനാശം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഫലശ്രുതിയാണ് കംസവധം. ബാണയുദ്ധമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാണ. ഇതില് ശങ്കരനാരായണ പ്രീതി, ശങ്കരന്റെയും നാരായണന്റെയും പ്രീതിക്ക് ബാണയുദ്ധം കഥ വളരെ സമർപ്പിക്കാം. കാര്യസാധ്യത്തിന് ബാണയുദ്ധം എന്ന് പറയുന്ന ഒരു ചൊല്ല് തന്നെയുണ്ട്. കാര്യസാധ്യം ബാണയുദ്ധം. പിന്നെ പിറന്നാളുകളോടനുബന്ധിച്ച് ധാരാളം ഭക്തങ്ങൾ ബാണയുദ്ധം അത് ഒരുപാടായി സമർപ്പിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ശങ്കരന്റെയും നാരായണന്റെയും പ്രീതി ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ആ വൈശിഷ്ട്യമുള്ള കൃതിയാണ് ബാണയുദ്ധം. വിവിധവധം കഥ. വിവിധവധം എന്ന് പറയുന്ന കഥ പ്രത്യേകം ശ്രദ്ധിക്കുക. ദയ എന്ന് പറയുന്ന ദ എന്നാണ്. ദകാരം ദയ എന്നുള്ളത് ചെറിയ ദാണ്. വിവിധവധം പലതരത്തിലുള്ള വധമല്ല. വിവിധൻ എന്ന പേരായ ഒരു ഒരു വാനരൻ. ജാമ്പവാൻ വെള്ള നിറത്തിലാണ്, വിവിധൻ കറുത്ത നിറത്തിലുള്ള വാനരനാണ്. കൃഷ്ണാടത്തില് പൊയ്മുഖമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. ജാമ്പവാന് വെള്ള നിറത്തിലുള്ള വേഷവും ആ വെള്ള നിറത്തിലാണ്. വിവിധന് കറുപ്പ് നിറത്തിലുള്ള പൊയ്മുഖമാണ്, കറുപ്പ് നിറത്തിലുള്ള ആ ശരീരത്തിലെ വേഷവും നമുക്ക് കാണാം. അപ്പൊ വിവിധൻ എന്ന പേരായിട്ടുള്ള ഈ വാനരൻ ബലരാമനാൽ കൊല്ലപ്പെടുന്ന കഥയാണ്. ബലരാമന് പ്രാധാന്യമുള്ള കഥയാണ് വിവിധവധം. ഈ വിവിധൻ എന്നുകൂടി പേരുള്ള വിവിധൻ രണ്ട് അറിയുന്നതാണ്. ഈ വിവിധൻ ശ്രീരാമന് സീതാന്വേഷണത്തിനെ സഹായിച്ച വാനരന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷെ കാലവിപര്യം കൊണ്ട് ഈ ദ്വാപര യുഗത്തിലെത്തിയപ്പോൾ, ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപര യുഗത്തിലെത്തിയപ്പോൾ നരകാസുരന്റെ സജീവനായിട്ട് മാറി, ഭാവിയായിട്ട് മാറി. അവന് മോക്ഷം കിട്ടുന്നത് ബലരാമനാലാണ്. ആ ബലരാമന് പ്രാധാന്യമുള്ള ഈ ബലരാമൻ ഇവിടെ രംഗത്ത് വരുന്നത് മദ്യസേവ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടാണ്. കൃഷ്ണനാടത്തില് അങ്ങനെ പ്രത്യേകതകളുണ്ട്. ഭരതമുനി നാട്യശാസ്ത്രത്തില് പാടില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും കൃഷ്ണനാടത്തില് രംഗത്ത് അവതരിപ്പിച്ച് കാണും. മദ്യസേവ പാടില്ലാത്തതാണ്, നായകന്റെ മരണം രംഗത്ത് പാടില്ലാത്തതാണ്. പക്ഷെ ഇവിടെ ബലരാമനാവട്ടെ കൃഷ്ണനാവട്ടെ ഇവിടെ സ്വർഗാരോഹണം എന്ന് പറയുന്ന രംഗം വളരെ മനുഷ്യന്റെ, നമ്മൾക്ക് ഭക്തജനങ്ങളുടെ മനസ്സിങ്ങനെ ശരിക്ക് വല്ലാതെ സങ്കടപ്പെട്ടു ഭഗവാന്റെ സ്വർഗാരോഹണം രംഗത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഔചിത്യത്തോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ മനസ്സില് ആ രംഗം കണ്ടിട്ടുണ്ടാവുന്ന ഒരു മനോവികാരങ്ങളുടെ മാറ്റമുണ്ട്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതാണ് പ്രത്യേകത. സ്വർഗാരോഹണ കഥയൊക്കെ ആ ക്ഷേത്രത്തിൽ തന്നെ അവതരിപ്പിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമായിട്ടത് മാറും. പിന്നെ ഈ വിവിധവധ കഥയിലാണ് കുചേലവൃത്തം എന്ന് പറയുന്ന കഥാഭാഗം. അങ്ങനെ ഒരു പ്രത്യേകത. കുചേലവൃത്തം വളരെ ഭംഗിയായിട്ടുള്ള ഒരു രംഗമാണ്. പിന്നെ സ്വർഗാരോഹണം കഥയിലാണ് സന്താനഗോപാലം എന്ന് പറയുന്ന കഥാഭാഗം. അതുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും സന്താനം ഉണ്ടാവാൻ സന്താനഗോപാലം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ വഴിപാട് സമർപ്പിക്കാൻ വരാറുണ്ട്. പക്ഷെ സന്താനം ഉണ്ടാവാൻ, സന്താന ഭാഗ്യത്തിന് അവതാര കഥയാണ്. സന്താനഗോപാല കഥ വരുന്നത് സ്വർഗാരോഹണം എന്ന് പറയുന്ന ഈ കഥയിലാണ്. സ്വർഗാരോഹണ കഥയ്ക്ക് ശേഷം അവതാര കഥ ഒന്ന് കൂടി കളിക്കണം. ഭഗവാനെ സ്വർഗാരോഹണം ചെയ്ത് പറഞ്ഞേക്കാൻ പാടില്ല. മാത്രമല്ല നമുക്ക് ലയം എന്ന് പറയുന്ന അടുത്ത സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ്, അല്ലാതെ അവസാനമല്ല. ലോകാവസാനം എന്ന് പറയുന്ന ഒന്നില്ല, തൽക്കാലത്തേക്കുള്ള ലയമാണ്. വീണ്ടും പ്രളയം എന്ന് പറയുന്നത് പ്രലയമാണ്. വീണ്ടും സർഗം എന്ന് പറയുന്നത് ഉണ്ടാവുന്നതാണ്. അപ്പൊ
അപ്പോൾ ആ ഭഗവാന്റെ അവതാരം വീണ്ടും ഇങ്ങനെ അവതാരം തൊട്ട് വീണ്ടും അവതാരം വരെ ഇങ്ങനെ ഒരു ചക്രം കളിക്കുന്നതിനെയാണ് 9 ദിവസം കളിക്കുന്നത്. 9 കഥകൾ ആടുന്നതിനെയാണ് ഒരു അരങ്ങ് കളി എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തില് ആ 9 ദിവസത്തെ വിശേഷമായിട്ട് അരങ്ങുകളി വിജയദശമി ദിവസം മുതൽ 9 ദിവസമാണ്. അപ്പോഴാണ് മാനവേദ സുവർണമുദ്ര, വാസുമുദ്രാടി സുവർണമുദ്രയൊക്കെ പ്രശസ്ത കലാകാരന്മാരൊക്കെ വന്ന് അവർക്ക് കണ്ടെത്തി സമ്മാനം കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശാലമായിട്ട് നടത്തുന്നു. ഈ 8 കഥകൾ ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ സമർപ്പണമായിട്ട് വഴിപാടായിട്ട് ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസവും കൃഷ്ണനുണ്ടാവും. അരങ്ങുകളി ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച കളി ഉണ്ടാവും, 9 ദിവസം തുടർച്ചയായിട്ട്. പിന്നെ ക്ഷേത്രത്തിലെ ചില വിശേഷ ദിവസങ്ങളിൽ കളി സാധ്യമല്ലാത്ത ദിവസങ്ങളിൽ കളി ഉണ്ടാവില്ല. ജൂൺ മാസത്തില് കൃഷ്ണനാട്ടത്തിന് വെക്കേഷൻ കാലമാണ്, അവധി കാലമാണ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ ചൊല്ലിയാട്ടവും ഒഴിച്ചിലും ഒക്കെ നടക്കുന്ന സമയമാണ്, അഭ്യാസ കാലഘട്ടമാണ്. പിന്നെ കളി തുടങ്ങുന്ന സെപ്റ്റംബർ 1-ാം തീയതി ചൊവ്വാഴ്ച അല്ലെങ്കിൽ സെപ്റ്റംബർ 1-ന് കളി തുടങ്ങും. ആ സെപ്റ്റംബർ മാസത്തിൽ കളി ആരംഭിക്കുന്നു. മെയ് മാസം 31-ന് ചൊവ്വാഴ്ച ആണെങ്കിൽ അതിന്റെ തലേദിവസം പെട്ടിവെച്ച് കളിയോട് കൂടിയിട്ട് കളി അവസാനം. പെട്ടിവെച്ച് കളി എന്ന് പറഞ്ഞാൽ ആ കൊല്ലത്തെ അവസാനത്തെ കളിയാണ്. പണ്ട് പെട്ടിവെച്ച് കളി, ഇന്നിപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തില് തെക്കേ ഭാഗത്ത് നമ്മുടെ ശ്രീവത്സ ഗസ്റ്റ് ഹൗസ് നിൽക്കുന്ന ആ ഭാഗം, അവിടെ ശ്രീ മാനവേദ തമ്പുരാന്റെ ഒരു സമാധി സ്ഥലമുണ്ട്. ഗുരുവായൂർ ദേവസ്വം മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് തെക്കോട്ട് തിരിഞ്ഞിട്ട് കളിക്കുക എന്നുള്ളതായിരുന്നു അവസാനത്തെ കളിയുടെ സമ്പ്രദായം. പക്ഷെ ഗുരുവായൂരപ്പന് സാമൂതിരി കോവിലകത്തിൽ നിന്ന് കൃഷ്ണനാട്ടം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോ കൃഷ്ണനാട്ടത്തിന്റെ ഉടമസ്ഥൻ സാമൂതിരിപ്പാടല്ല, ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ആ പെട്ടി വെച്ച് കളി സാമൂതിരിയുടെ സമാധി സ്ഥലത്തിന് മുമ്പിലല്ല, എല്ലാ ദിവസവും എല്ലാ വർഷവും പെട്ടിവെച്ച് കളി നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ വടക്കേ നടയില് സ്ഥിരം കളി നടക്കുന്നിടത്ത് തന്നെ പെട്ടിവെച്ച് കളിയായിട്ട് ആ സീസണിലെ അവസാനത്തെ കളി മെയ് 31 അല്ലെങ്കിൽ ആ ചൊവ്വാഴ്ചയാണെങ്കിൽ അതിന്റെ തലേദിവസം കളി നടക്കും. അവസാന കളി ബാണയുദ്ധം കളിയും. പെട്ടിവെച്ച് കളിയപ്പോൾ ബാണയുദ്ധം കളിയും. ആദ്യത്തെ കളി അവതാരം. ക്ഷേത്രത്തില് ഈ വശത്ത് ശുദ്ധമദ്ദളം എന്ന് പറയുന്ന വാദ്യം, ഇവിടെ തൊപ്പിമദ്ദളം എന്ന് പറയുന്ന വാദ്യമുണ്ട്. അത് അതിന്റെ വാദ്യ സമന്വയം ഇടയ്ക്കയും വാദ്യമായിട്ട് ഉപയോഗിക്കും. ചേങ്ങല അതുപോലെ ഇലത്താളം വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ പൊയ്മുഖങ്ങളുടെ ഉപയോഗം. ആ പൊയ്മുഖങ്ങളുടെ ഉപയോഗം നമ്മുടെ പ്രാചീന കലാരൂപങ്ങളിൽ നിന്നും ധാരാളം അംശങ്ങൾ കൃഷ്ണൻ സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഉടുത്തുകെട്ടുകളുടെ ആ വർണ്ണവിന്യാസത്തിന്റെ ഭംഗി, വേഷവൈവിധ്യങ്ങളുടെ ഭംഗി, ഓരോ കഥകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതില് കഥാപാത്രങ്ങളുടെ വൈചിത്ര്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് ശ്രദ്ധിച്ച് കൃഷ്ണാട്ടം കളി കാണാനിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കഥകളിയിൽ നിന്ന് ഇതിനേറെ വ്യത്യാസമാണ്. ചടുലമായ രംഗങ്ങളും അതുപോലെ തന്നെ ലോകധർമ്മിയും നാട്യധർമ്മിയുമായിട്ടുള്ള അഭിനയ സമ്പ്രദായങ്ങളും കൃഷ്ണാട്ടത്തിൽ വളരെ ഭംഗിയായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. ഇനിയും കൃഷ്ണാട്ടത്തെ കുറിച്ച് ഏറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അടുത്ത പരിപാടിക്കുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് അനൗചിത്യമാവും എന്ന് തോന്നുന്നു. മാത്രവുമല്ല, ഒരു കാര്യത്തെക്കുറിച്ച് ഇനിയും കേൾക്കാനുണ്ട് എന്ന് ആഗ്രഹിച്ച് ആകാംക്ഷയോടുകൂടി പോകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും കാണാനും കേൾക്കാനും ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക. ഇത്രയൊക്കെ കേട്ടപ്പോൾ കൃഷ്ണാട്ടം ഇനിയും ഇനിയും കാണണം, കണ്ടറിയണം. കണ്ടറിയാൻ തൊട്ടറിയാൻ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കലാരൂപത്തെ കണ്ടറിയണം, മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നേരം കൃഷ്ണാട്ടത്തെ കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട്. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ അത് എന്റെ പോരായ്മ മാത്രമാണ് എന്ന് ഞാൻ സവിനയം അറിയിക്കട്ടെ. എല്ലാ ഭക്തജനങ്ങളും അവരുടെ ജീവിതത്തിലെ നിർണായകമായ സന്ദർഭങ്ങളിലെ വിഷമങ്ങളിലൊക്കെ ആശ്രയിക്കുന്ന ഒരു കല ആണ് ഗുരുവായൂരപ്പന്റെ സ്വന്തമായിട്ടുള്ള കൃഷ്ണനാട്ടം. മമ്മിയൂരപ്പനും അത് ആസ്വദിക്കുന്ന ഒരു നല്ലൊരു കലാസ്വാദകനാണ് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. സാക്ഷാൽ മുദ്രതീർത്ഥം തന്നെ ആ ഗുരുവായൂരപ്പന് കൊടുത്തിട്ട് താൻ ഇങ്ങോട്ട് മാറിയിരുന്ന
ആ ഒരു മഹാനുഭാവനാണല്ലോ സാക്ഷാൽ മഹാദേവൻ പത്നി സമേതനായിട്ട് എന്നിട്ട് മാറിയിരുന്നു. അപ്പൊ അവിടെ വന്ന് എനിക്ക് ഗുരുവായൂരപ്പനെ കുറിച്ചും ആ കൃഷ്ണാടത്തെ കുറിച്ചും പറയാനുള്ള ഒരു അവസരം കൈവന്നതിൽ ഞാനും വളരെ കൃതാർത്ഥനാണ്. എല്ലാവരോടും ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ആത്മാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ മഹാദേവ.